ഇറാൻ ഭരണകൂട വിരുദ്ധ റാലിയിലേക്ക് ട്രക്ക് ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്കു പറ്റിയതായാണ് വിവരം. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെ പിന്തുണച്ച് ഒരു വലിയ റാലി സംഘടിപ്പിച്ച വിൽഷെയർ ഫെഡറൽ കെട്ടിടത്തിന് പുറത്താണ് സംഭവം നടന്നത്. CBS വാർത്തകൾ പ്രകാരം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന പ്രകടനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. പ്രക്ഷോഭകർക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ അമേരിക്ക ഇടപെടുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനു ശേഷമാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ട്രക്കിന്റെ മുൻഭാഗം തകർന്ന നിലയിലായിരുന്നു. തകർന്ന ചില്ല് റോഡരികിൽ കാണാമായിരുന്നു. വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന ട്രെയിലർ ശൂന്യമായി കാണപ്പെട്ടു. പിൻവാതിൽ തുറന്നിരുന്നു. പോലീസ് വാഹനത്തിലെ ഉള്ളടക്കങ്ങളും പരിസര പ്രദേശങ്ങളും പരിശോധിച്ചു വരികയാണ്. ഡ്രൈവർ മനഃപൂർവ്വം ജനക്കൂട്ടത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയതാണോ അതോ പ്രകടനത്തിനിടെ പരിഭ്രാന്തി പരത്തിയതാണോ എന്ന് വ്യക്തമല്ലെന്ന് നിയമപാലകർ പറയുന്നത്. ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് റാലി സംഘടിപ്പിച്ചത്. അക്രമാസക്തമായ അടിച്ചമർത്തലുകളിൽ 500-ലധികം പേർ കൊല്ലപ്പെട്ടതായി US ആസ്ഥാനമായുള്ള ആക്ടിവിസ്റ്റുകൾ പറയുന്നു. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ കൂടുതൽ സംഘർഷഭരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും തുറന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയായിരുന്നു ഇറാൻ. US സൈനിക ആക്രമണം നടത്തിയാൽ ഇസ്രയേലിലെയും മേഖലയിലെ US സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ട് തിരിച്ചടിക്കുമെന്നായിരുന്നു ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. US ഇടപെടൽ പ്രതീക്ഷിച്ച് ഇസ്രയേൽ അതീവ ജാഗ്രതയിലാണെന്ന് ഇസ്രയേൽ വൃത്തങ്ങൾ അവകാശപ്പെടുന്ന സമയത്തായിരുന്നു ഈ പ്രസ്താവന. കൂടാതെ ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അധിനിവേശ പ്രദേശങ്ങൾ, അതായത് ഇസ്രയേൽ US സൈനിക താവളങ്ങൾ, യുദ്ധക്കപ്പലുകൾ എന്നിവയായിരിക്കും ഞങ്ങളുടെ നിയമാനുസൃത ലക്ഷ്യങ്ങളെന്ന് ഇറാൻ പാർലമെന്റിൽ സംസാരിച്ച സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഗലിബാഫ് പറയുകയായിരുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡുമായി ഗലിബാഫ് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ പ്രാധാന്യമർഹിക്കുന്നതായി കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു. 2022 ശേഷമുള്ള ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധമാണ് ഇറാൻ ഇപ്പോൾ നേരിടുന്നത്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തെ തുടർന്ന് ഡിസംബർ 28-നാണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് പ്രസ്ഥാനം നേരിട്ട് ഖമേനി ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. US ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ റാനയുടെ കണക്കനുസരിച്ച് ഇതുവരെ 116 പേർ മരിച്ചു. കൂടുതലും പ്രതിഷേധക്കാരാണ്. അതേസമയം 37 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആവർത്തിച്ചു മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇറാൻ മുമ്പത്തേക്കാളും സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുകയാണെന്നും US സഹായിക്കാൻ തയ്യാറാണെന്നും ശനിയാഴ്ച ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ ബലപ്രയോഗം നടത്തുന്നതിനെതിരെ അദ്ദേഹം മുമ്പ് ഇറാൻ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇറാൻ സർക്കാർ രാജ്യത്തെ ഇന്റർനെറ്റ് ഏതാണ്ട് പൂർണ്ണമായും അടച്ചുപൂട്ടി. ഇന്റർനെറ്റ് മോണിറ്ററിംഗ് ഓർഗനൈസേഷൻ നെറ്റ് ബ്ലോക്കിന്റെ കണക്കനുസരിച്ച് ഇറാനിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി സാധാരണ നിലയിലേക്ക് 1% മാത്രമാണ്. ഇതൊക്കെയാണെങ്കിലും ടെഹ്റാനിലെ പ്രദേശങ്ങളിൽ രാത്രിയിൽ ആളുകൾ പ്രതിഷേധിക്കുന്നതായി കാണിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇറാനിയൻ സ്റ്റേറ്റ് TV നിരവധി നഗരങ്ങളിൽ കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശവസംസ്കാര ചടങ്ങുകൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. കലാപകാരികളും ഭീകരരും പള്ളികളും സർക്കാർ കെട്ടിടങ്ങളും കത്തിച്ചതായി സർക്കാർ ആരോപിക്കുന്നുണ്ട്. അതേസമയം പ്രതിഷേധങ്ങളെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തുമെന്ന് റവല്യൂഷണറി ഗാർഡുകളും പോലീസും പ്രതിജ്ഞയെടുത്തു. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളെ ചൊല്ലി ഇസ്രയേലും ഇറാനും തമ്മിൽ ഇതിനകം തന്നെ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. US ഇടപെടലിനുള്ള സാധ്യതയും ഇറാന്റെ ഭീഷണികളും പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്.